ചെരുപ്പ് കൊണ്ട് ആകെ പണി കിട്ടി. കൂരിയാട് റോഡ് തകർന്ന് ഏകദേശം 2-2.5 മാസത്തോളമായി. ഇപ്പോൾ പാലത്തിന്റെ പണി എത്രത്തോളം എത്തിയുള്ളതാണ്. കൂരിയാട് അണ്ടർപാസിന് മുകളിൽ നിന്നും പാടത്തെ തോടിന് കുറയുന്ന പാലത്തിന്റെ മുകളിൽ നിന്നുള്ള ആ കിടിലം വ്യൂ. പാലത്തിന്റെ പീർ വർക്ക് പൂർത്തീകരിക്കാൻ ലൈനറിന്റെ വർക്കുകളും കമ്പി ഇറക്കി വെക്കുന്ന ലൈനറിന്റെ വർക്കുകളും കൂടെ വളരെ തകഴിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്ലെയിൻ ഷീറ്റ് ബെൻഡ് ചെയ്യുന്ന ആ ഒരു വീഡിയോയും കാണിച്ചിട്ട് കൂരിയാട് അണ്ടർപാസിന് മുകളിൽ നിന്നും കുളപ്പുറം വരെയുള്ള ആ ഒരു കിടിലം വീഡിയോ കാണാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദേശീയപാത മലപ്പുറം ജില്ലയിലെ കൂരിയാട് അണ്ടർപാസ് മുതൽ കുളപ്പുറം വരെയുള്ള പുതിയ പാലത്തിൻ്റെ വർക്ക് എത്രത്തോളമായി എന്നറിയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ 2.5 മാസത്തോളമായി ഇതിൻ്റെ വർക്കുകൾ തുടങ്ങിയിട്ട് കക്കാട് കടലുണ്ടി പോയിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെ നടന്ന് നമ്മൾ കൂരിയാട് അണ്ടർപാസിൻ്റെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. കൂരിയാട് അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നുള്ള പാലത്തിൻ്റെ വർക്കുകൾ, പൈലിംഗ് വർക്കുകൾ എത്രത്തോളമായി എന്നുള്ളതും, അതുപോലെ അണ്ടർപാസിൻ്റെ താഴ്ഭാഗവും പിന്നീട് സർവീസ് റോഡ് കടന്ന് സ്പോട്ടിൽ വർക്ക് നടക്കുന്ന ആ ഏരിയയിലും വീഡിയോ കാണിച്ചിട്ട് അവിടുന്ന് തോടിന് കുറയുന്ന പാലത്തിൻ്റെ മുകളിലെത്താം. അതുപോലെ കുളപ്പുറം ഓവർപാസിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഇതിൻ്റെ മുകളിൽ വെക്കാനുള്ള ഗർഡറിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വീഡിയോ ഇതിൻ്റെ ലാസ്റ്റ് ഘട്ടം കാണിക്കാം. അങ്ങനെ നമ്മൾ കൂരിയാട് അണ്ടർപാസിൻ്റെ മുകളിലെത്തി. ഇവിടുന്ന് അങ്ങോട്ട് നോക്കണം അതിൻ്റെ വ്യൂ കേട്ടോ. പ്രത്യേകിച്ച് നല്ല വെയിലാണെന്ന്, കാലാവസ്ഥ നമുക്ക് യാത്രയ്ക്ക് അനുകൂലമായതുകൊണ്ട് തന്നെ ഒരു ക്ലിയർ ആക്കി നിങ്ങളെ വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചു. അണ്ടർപാസിന് ഇവിടുന്ന് അങ്ങോട്ട് തോടിന് കുറയുന്ന പാലം ആ ഏരിയ വരെ ആണ് നമ്മുടെ പുതിയ പാലത്തിൻ്റെ വർക്ക് നടക്കുന്നത്. അപ്പോൾ ഈ അണ്ടർപാസിന് ഇവിടുന്ന് പാടം ആ ഏരിയ വരെ മണ്ണ് താഴ്ചയിലെടുത്ത് ഇവിടുത്തെ മണ്ണൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ കാണിച്ചിരുന്നു. ചെറുസോല വയഡക്റ്റ് പാലത്തിൻ്റെ അടിയിലാണ് ഇവിടുത്തെ മണ്ണ്. അതുപോലെ തന്നെ ഈ സൈഡിലെ ക്രാഷ് ബാരിയർ, അതുപോലെ ബ്ലോക്കുകളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് നമ്മുടെ വല്യർമ അണ്ടർപാസിൻ്റെ ആ ഒരു ഏരിയയിലുണ്ട്. തലപ്പാറക്കും വല്യർമ അണ്ടർപാസിൻ്റെ ആ ഭാഗത്ത് ഒരു ഒഴിഞ്ഞ പ്രദേശം, അവിടെയാണ് ഇതിൻ്റെ ഈ സൈഡിൽ ഉയർത്തിയിരുന്ന ഒരു 10-40ഓളം ബ്ലോക്കിൻ്റെ ഹൈറ്റിലാണ് ഇവിടെ റോഡിൻ്റെ പണികൾ പൂർത്തീകരിച്ചിരുന്നത്. ആ റോഡാണ് പൊളിഞ്ഞ് പോയത്. ആ ബ്ലോക്കുകളെല്ലാം കൊണ്ടുപോയിട്ടാണ് നമ്മളെ വല്യർമ അണ്ടർപാസിൻ്റെയും തലപ്പാറയും വല്യർമ അണ്ടർപാസിൻ്റെ ആ ഭാഗത്തായിട്ടാണ്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ മണ്ണൊക്കെ ഫുൾ ഫിനിഷിങ്ങൾ മാറ്റി ഇപ്പോൾ ചെറിയ 45 മീറ്ററിൽ 6 വരി പാതക്കുള്ള 2 ചെറിയ പടവ് കാണാം. അതുപോലെ സർവീസ് റോഡിന് ടാറിംഗ് വർക്ക് കഴിഞ്ഞ് വാഹനങ്ങളൊക്കെ ഓടിത്തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. ഇതിൻ്റെ ഒരു ലൈനിൽ കൂടിയായിരുന്നു ആദ്യം സർവീസ് റോഡ് ഉണ്ടായിരുന്നത്. നേരെ ഇവിടുന്ന് ലെഫ്റ്റ് ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങളൊക്കെ അതുവഴി കടന്നു പോയിരുന്നത്. പിന്നീട് വാഹനഗതാഗതക്കുറിച്ച് കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ KNRS നേരെ ഓപ്പോസിറ്റ് റൈറ്റ് സൈഡിലും റോഡ് തുറന്നു കൊടുത്തു. ആ ഒരു ഏരിയയും മെറ്റലൊക്കെ ഇട്ട് രണ്ടാമത് കമ്പാക്റ്റും ചെയ്ത് ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഏരിയയാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ പുതിയതായിട്ടുള്ള ഈ വർക്ക് എന്ന് പറഞ്ഞാൽ പാലത്തിൻ്റെ പില്ലർ, അതായത് പീറിൻ്റെ വർക്കാണ് ഇനി നടക്കാനുള്ളത്. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇവിടെ നിന്നാണ് ദൂരേക്ക് നോക്കുമ്പോൾ പാടത്തെ തോടിന് കുറവ് വരുന്ന ആ ഒരു ഏരിയ നിങ്ങോട്ട് തുടങ്ങി കേട്ടോ. അതിൽ സെൻട്രൽ ഭാഗത്ത് കുറഞ്ഞൊരു ഈ പാലത്തിൻ്റെ പണികൾ, അതിൻ്റെ പില്ലറിൻ്റെ പണികൾ നടന്നിട്ടുണ്ട്. നമുക്കറിയാം ഒരു 8-10ഓളം ചെറിയ പില്ലറുകൾ ഉണ്ടാക്കിയിട്ട് പിന്നെ അത് സ്ക്വയറിൽ കമ്പിയൊക്കെ സെറ്റ് ചെയ്ത് അവിടെ ഒരു കോൺക്രീറ്റ് വർക്ക്, അങ്ങനെ ഫൗണ്ടേഷൻ ബലപ്പെടുത്തി പിന്നീട് സെൻട്രൽ ഭാഗത്താണ് ഇതിൻ്റെ പിയർ ഉയരൽ. അപ്പോൾ ആ ഒരു വർക്കുകളാണ്, അതിന് വേണ്ടിയുള്ള പൈലിംഗ് വർക്കുകളാണ് തകൃതിയായിട്ട് ഇപ്പോൾ നടക്കുന്നത്. ഇത് കറക്റ്റ് നമുക്ക് ആ ഒരു അണ്ടർപാസിൽ ഇവിടുന്ന് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് വാഹനങ്ങൾ നോക്കി അവിടെയൊക്കെ ഡിവൈഡറായിട്ട് വെച്ച് തന്നിട്ടുള്ളത്. അവിടെ പുതുതായിട്ട് ഇപ്പോൾ പെട്ടെന്ന് വാഹനം കടന്നു പോകുന്നത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ പണി പൂർത്തീകരിച്ച് ശരിയാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പോൾ ആ അണ്ടർപാസ് ദൂരെയുള്ള തോടിന് കുറവുന്ന അണ്ടർപാസിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് കറക്റ്റ് അവിടുത്തെ വർക്കുകൾ എങ്ങനെയൊക്കെ നടക്കുന്നുള്ളത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചതിന് ശേഷം നമ്മൾ ആ ഏരിയയിൽ പോയിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ അവിടെ താഴ്ഭാഗത്തു നിന്നും നമ്മൾ സർവീസ് റോഡിൻ്റെ ആ ഭാഗത്തു നിന്ന് കയറിയിട്ട് പൈലിംഗ് വർക്കുകളും അവിടെ എക്സ്കവേറ്റർ ഉപയോഗിച്ചുള്ളത്, അതുപോലെ ലൈനറിൻ്റെ വർക്ക്, പൈലിംഗ് കുയ്യുത്തിന് ശേഷമുള്ള ലൈനർ ഇറക്കി വെച്ച് അതിലാണ് കോൺക്രീറ്റ്, പിന്നെ ആ കമ്പിയൊക്കെ റൗണ്ടിൽ സെറ്റ് ചെയ്ത് ഇറക്കി വെച്ചതിന് ശേഷം കോൺക്രീറ്റ് വർക്ക്, അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ലൈനർ എത്തിയിട്ടുണ്ട്. അവർ കണ്ടെയ്നർ ലോറിയിൽ ഇപ്പോൾ ലൈനറും കമ്പിയൊക്കെ റൗണ്ടിൽ സെറ്റ് ചെയ്തൊക്കെ അവിടെ കൊണ്ടുവന്ന് ഇറക്കി വെക്കുന്നുണ്ട്. അതൊക്കെ കറക്റ്റ് നമുക്ക് ആ ഏരിയയിൽ എത്തിയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ വളരെ വേഗത്തിലാണ് ഇപ്പോൾ വർക്ക് നടക്കുന്നത്. 2-3 ദിവസം മുമ്പ് നല്ല മഴയായിരുന്നു. ഇന്ന് കണ്ടില്ല നിങ്ങൾ, നല്ല വെളിച്ചട്ടോ, നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയത്തെ വീഡിയോകളൊക്കെ ഇനി കാണിച്ചു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ വീണ്ടും നടന്ന് നമ്മുടെ കൂരിയാട് കക്കാട് പനമ്പുഴ, അതായത് കടലുണ്ടിപ്പുഴ ഭാഗത്തുള്ള പാലത്തിൻ്റെ ആ ഏരിയയിൽ നിന്നുള്ള ഈ ഭാഗത്ത് ഞാൻ നിങ്ങളെ കാണിക്കട്ടോ. ഇവിടെ നമ്മുടെ ഇവിടെ നെയിം ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ആദ്യം പണികൾ പൂർത്തീകരിച്ച് വാഹനങ്ങളൊക്കെ കടന്നു പോയിരുന്നു. ഈ പാടത്ത് കൂടെ നമ്മൾ കണ്ടിരുന്നല്ലോ, 3 ലൈനായിട്ട് വാഹനങ്ങൾ കടന്നു പോയിരുന്നു. നേരെ ഓപ്പോസിറ്റ് വർക്ക് നടക്കുന്ന സമയത്താണ് റോഡ് പൊളിഞ്ഞത്. അപ്പോൾ മൊത്തത്തിൽ വീണ്ടും
പൊളിഞ്ഞ സ്ഥിതിക്ക് മൊത്തത്തിൽ മാറ്റി പുതിയ പാലം വയഡക്ട് വരികയാണ്. അതിൻ്റെ വർക്കുകളൊക്കെ നമ്മൾ ഈ ഏരിയയിൽ നിന്ന് കണ്ടത്, ഈ അണ്ടർപാസിന് ഇവിടെ നിന്ന് അങ്ങോട്ട് കണ്ടത്. ഇനി നമ്മൾ കൂരിയാട് ഇവിടെ നിന്ന് അങ്ങോട്ട് കക്കാട് ഭാഗത്തേക്കുള്ള, ഇവിടെ ഡിവൈഡർ ക്രോസ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ, ഇവിടെ നിന്ന് അങ്ങോട്ട് കൂരിയാട് ഭാഗത്തേക്ക് ഒന്ന് സൂമിങ്ങിലൂടെ കാണിക്കാം. ആ പാലമാണ് കടലുണ്ടിപ്പുഴ പാലത്തിൻ്റെ ആ ഏരിയ ആയിട്ട് കാണുന്നത്. ഇവിടെ പുതിയ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ഇതിലൊക്കെ പോയി കടന്നു വരുമ്പോൾ ഇതിൻ്റെ ബാരിയറിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റും സെൻട്രൽ ഭാഗത്ത് ഡിവൈഡറിനോട് അടുപ്പിച്ച് ഈ ഇൻ്റർലോക്ക് വെച്ച് കുറച്ചൊരു ഹൈറ്റിൽ ഒരു അടി ഹൈറ്റിൽ ആളുകൾക്ക് നടന്നു പോകുന്ന രീതിയിൽ തന്നെ അവിടെ അടിച്ചിട്ടുണ്ട്. ആ ഒരു ഭാഗത്തെ പെയിൻറ്റിങ് വർക്കുകളൊക്കെ ആയിരുന്നു. അതുപോലെ സ്ട്രീറ്റ് ലൈറ്റ് കത്തിക്കുന്ന വർക്കുകളും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് അതിനെ കണക്ഷൻ കൊടുക്കുന്നുണ്ട്. നമ്മൾ 2 ദിവസം മുമ്പ് കക്കാട് കരിമ്പിൽ ഭാഗത്ത് സ്ട്രീറ്റ് ലൈറ്റ് ഒരു ഭാഗത്ത് കത്തിച്ചിരുന്നു, നേരെ ഓപ്പോസിറ്റിലാണ് കത്തിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ലൈറ്റ് കണക്ഷൻ കൊടുക്കുന്ന വർക്കാണ് ഇപ്പോൾ ഇതിൽ കാര്യമായിട്ട് നടക്കുന്നത്. ഇനി നമ്മൾ കൂരിയാട് അണ്ടർപാസിൻ്റെ ഭാഗങ്ങളെ കാണിച്ചിട്ട് അവിടെ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് കൂടി കടന്ന് നമുക്ക് 6 വരിപ്പാതയുടെ നമ്മളെ പാലത്തിൻ്റെ വർക്ക് നടക്കുന്ന ആ ഏരിയയിൽ മുകളിൽ നിന്ന് കാണിച്ചല്ലോ, ആ ഏരിയയിലെ വർക്ക് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഇവിടെ നോക്കിയാൽ അണ്ടർപാസ്, ഇതിൻ്റെ സൈഡ് 2 ചുമരും കണ്ടില്ല, സൈഡ് ഇത് ബ്ലോക്ക്, ഈ ബ്ലോക്ക് നേരെ ആ ഒരു ഭാഗത്ത് 10-40ഓളം ബ്ലോക്കിന് ഹൈറ്റിലാണ് വന്നിരുന്നത്. അതുപോലെ മഴയൊക്കെ പെയ്താൽ വെള്ളം താഴേക്ക് വെള്ളം ഓസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്, ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് ഉണ്ട്, അതിൽ പെയിൻറ്റും വർക്ക് നടക്കാനുണ്ട്. ഇവിടെ സർവീസ് റോഡ് അതുപോലെ ഡ്രെയിനേജ് വർക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അണ്ടർപാസിൻ്റെ അകത്ത് സ്ട്രീറ്റ് ലൈറ്റ് വെച്ചിട്ടുണ്ട്, ഗർഡറിനുള്ള ഗ്രേ കളർ പെയിൻറ്റ്, അതുപോലെ ചുമരിൻ്റെ പെയിൻറ്റും വർക്കുകൾ നടക്കാനുണ്ട്. ആ സമയത്തായിരുന്നു റോഡ് പൊളിഞ്ഞത്, അതുകൊണ്ട് തന്നെ അതൊക്കെ സ്റ്റക്കായി. എല്ലായിടത്തും അണ്ടർപാസിൻ്റെ ഭാഗത്ത് പെയിൻറ്റും വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അണ്ടർപാസ് കഴിഞ്ഞു, അണ്ടർപാസിൻ്റെ അടിഭാഗം കണ്ടു, സർവീസ് റോഡിന് ഈ ഒരു ഏരിയയിലെത്തി. ഇവിടുന്ന് അങ്ങോട്ട് നിരപ്പാക്കി എല്ലാം മണ്ണുകളെല്ലാം കംപ്ലീറ്റ് എടുത്ത് ഇവിടുന്ന് ആ ഒരു ഏരിയ കാണുന്ന രീതിയിലായി വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ കൂരിയാട് അണ്ടർപാസ് നമ്മളതിന് മുകളിൽ നിന്നാണ് വീഡിയോ എടുത്തത്. തായ് ഭാഗത്തെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് എത്താനുള്ളത് ആ പൈലിംഗ് വർക്ക് നടക്കുന്ന ആ ഏരിയയിൽ എത്താൻ കേട്ടോ. അവിടെ കറക്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചതിന് ഒക്കെ കാണിച്ചു. അപ്പോൾ അവിടെ എത്തിയിട്ട് നോക്കാം. പാടത്ത് വർക്ക്, പാലത്തിലുള്ള പില്ലറിൻ്റെ പിയർ ക്യാപ്പിൻ്റെ വർക്ക് നടക്കുന്ന ഏരിയയിലെത്തിട്ടോ. സർവീസ് കൊണ്ട് വാഹനങ്ങൾ കടന്നു വരികയാണ്. ഇവിടെ അതിൻ്റെ വർക്ക് വളരെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഒരു ട്രെയിന്, അതുപോലെ 2 പൈലിംഗ്, ഒരു 2-3 ക്യാനർസിൽ എക്സ്കവേറ്റർ, അതുപോലെ അവിടെ പൈലിങ്ങിൻ്റെ വർക്ക് ആരംഭിച്ചു. ആ ഒരു വീഡിയോ നമ്മൾ കാണുന്നത് അതിൻ്റെ ബിറ്റ് മാറ്റണം. ഇപ്പോൾ ഈ കുത്തിയ ഏരിയ കേട്ടോ പൈലിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞ ഏരിയ. ഈ ഫൗണ്ടേഷൻ കോൺക്രീറ്റ് വർക്ക് നടക്കാറുണ്ട്. ആ കമ്പിലൊക്കെ വെച്ച് ആ ഒരു ഏരിയയിൽ കാണുന്നത് കറക്റ്റ് ഈ ഭാഗത്ത് കാണിക്കണം. ഇല്ല, ഇനി അവിടെ പൈലിങ്ങിൻ്റെ വർക്ക് ആരംഭിച്ചു. അതൊന്ന് കണ്ടോക്കിയാലോ, വാരിക്കോ. അങ്ങനെ നമ്മൾ പൈലിംഗ് വർക്ക് നടക്കുന്ന ഏരിയയിൽ എത്തിട്ടോ. നേരെ ഓപ്പോസിറ്റ് സർവീസ് റോഡിനോട് ഒപ്പിച്ചുള്ള ഈ ഭാഗത്ത് ആണ്. അപ്പോൾ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടു വിറ്റണ്ടില്ല, അതുപോലെ അതിൻ്റെ വർക്ക് നടക്കാം കേട്ടോ. നമ്മൾ പറഞ്ഞ പോലെ 2 മാസത്തോളമായി എത്ര മാസം പിടിക്കും ഇതിൻ്റെ പണികൾ പൂർത്തീകരിക്കാൻ. ഇനി ഫൗണ്ടേഷൻ, കോൺക്രീറ്റ് വർക്കുകൾ, അതുപോലെ ചെറിയ ഒരു 5-6-12 പില്ലറോളം വരണം. ഇതിനൊക്കെ വീഡിയോ കാണിച്ചപ്പോൾ ഈ പൈലിംഗ് വർക്കിൻ്റെ വർക്ക് കാണിക്കുന്ന സമയത്ത് ഒരു 12ഓളം, ഒരു പില്ലറിൻ്റെ അടിഭാഗത്ത് 12 ഇതുപോലെ പൈലിംഗ് ഉപയോഗിച്ചുള്ള വർക്ക് കഴിഞ്ഞതിന് ശേഷം അത് ചെറിയ പില്ലറുകൾ ഒരു പറഞ്ഞത് 12 പില്ലറോളം ഉണ്ടാവും. അത് മൊത്തത്തിൽ കൂട്ടി വീണ്ടും കമ്പിയൊക്കെ സെറ്റ് ചെയ്ത്, സ്ക്വയറിൽ കമ്പിയൊക്കെ സെറ്റ് ചെയ്ത് വീണ്ടും മൊത്തത്തിൽ ഈ ചെറിയ പില്ലറുകൾ കൂട്ടി ചേർത്തിട്ടാണ് അടിയിലെ ഫൗണ്ടേഷൻ്റെ കോൺക്രീറ്റ് വർക്കൊക്കെ നടക്കുക. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിൻ്റെ സെൻറ്റർ ഭാഗത്താണ് പിയർ ക്യാപ്പ് ഉയരുക. അപ്പോൾ അങ്ങനെ ഇവിടെ ഒരു ലൈൻ ഈ ഭാഗത്ത്, അതുപോലെ ഒന്ന് ഇവിടെ വരും. ആ ഭാഗത്തിൻ്റെ വർക്ക്, അവിടെ പില്ലറിൻ്റെ വർക്ക് ആ ഏരിയയിൽ കുറച്ച് കഴിഞ്ഞ് നമ്മൾ കണ്ടു. അപ്പോൾ അത് തുടങ്ങി സ്റ്റാർട്ടായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയും സമയമെടുക്കും ഇതിൻ്റെ പണികൾ പൂർത്തീകരിക്കാൻ എന്നുള്ളതാണ്. അപ്പോൾ അവിടെയൊക്കെ ഈ തുടക്കത്തിൽ ഈ അണ്ടർപാസിൻ്റെ തോടിൻ്റെ കുറവ് വരുന്ന പാലത്തിന് ഇവിടുന്ന് അങ്ങോട്ട് വർക്ക് നടന്നിട്ടേ ഉള്ളൂ. ഇവിടെ നിങ്ങൾക്ക് ഒരു കാണണ്ടോ, കേട്ടോ, ഇത് പില്ലർ വാർത്തതാട്ടോ. അതായത് ചെറിയ പില്ലറുകൾ പൈലിംഗ് വർക്ക് കഴിഞ്ഞ ശേഷമുള്ള ചെറിയ പില്ലർ വാർത്തത് അടിഭാഗത്ത് കോൺക്രീറ്റ് ഇട്ട് വന്ന ഒരു ഏരിയയിൽ കാണുന്നത്. അപ്പോൾ ആ ഭാഗത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്.
കണ്ടില്ലേ, മണ്ണിൽ പൂണ്ടെടുക്കണം, അത് കാണാം. അപ്പോൾ ഓക്കെ, നമ്മൾ കുളപ്പുറം ഭാഗത്ത് നിന്ന് അവിടെ എന്തൊക്കെ പാലത്തിൻ്റെ വർക്കുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് ചെയ്തു വെച്ചുള്ളതൊക്കെ നിങ്ങളെ കാണിക്കട്ടോ. ഇവിടെ ഉണ്ടല്ലേ, ഇവിടെയൊക്കെ ആ ലൈനർ വെച്ച് താത്തിയിട്ടുണ്ട്. ഈ ഏരിയയിലൊക്കെ ഇതിന് കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത് വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടാ, ഇവിടെ ഒന്ന് ഇറക്കി വെച്ചാണ്. അവിടെ നിന്ന് തുടങ്ങിയിട്ടുള്ളൂ. ആ ഏരിയയിലൊരു 5-8 എണ്ണം, ഇവിടെ അതുപോലെ തന്നെ ഈ ഏരിയയിലും. പിന്നെ ഈ ഭാഗത്തും നേരെ ഓപ്പോസിറ്റ് അവിടെ ആമറങ്ങിൻ്റെ വർക്ക് നമ്മൾ കാണിച്ചിരുന്നു, സർവീസ് റോഡിൻ്റെ ആ ഭാഗത്ത്. അപ്പോൾ ഇനിയും വർക്കുകൾ നടക്കാൻ കേട്ടോ. കാൽഭാഗത്തോളം പൈലിംഗ് വർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ആ കാണുന്ന അണ്ടർപാസ്, അല്ലേ, കൂരാട് അണ്ടർപാസ് വരെ അതിൻ്റെ പണികൾ പൂർത്തീകരിക്കാനുണ്ട്. അപ്പോൾ ഏറ്റവും പുതിയ കൂരിയാട് പാടത്തു നിന്നുള്ള പാലത്തിൻ്റെ വർക്കുമായി ബന്ധപ്പെട്ടുള്ള അടിഭാഗത്തെ കാഴ്ചകളൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. ഞാനേ ഇതിന് നേരെ മുകൾ ഭാഗത്ത് പോയി വെക്കാം. ഇതാണ് തോടിന് 3 ചാലാട്ടുള്ളത് കേട്ടോ, വെള്ളം. ഇതിൻ്റെ ഗർഡറാണ് ഇതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പെയിൻറ്റ് വർക്കുകളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അല്ലേ, ഗ്രേ കളർ പെയിൻറ്റ്. ഓക്കെ ഓക്കെ, ഞങ്ങളിവിടുന്ന് കുളപ്പുറത്തേക്ക്. അപ്പോൾ സർവീസ് തുടങ്ങി പോയി കഴിഞ്ഞാൽ കുളപ്പുറം ഓവർപാസിന് മുകളിൽ നിന്ന് ആ ഒരു വ്യൂ കാണിക്കാം കേട്ടോ. ഓവർപാസ് പാടത്ത് വരുന്ന തോടിന് കുറി വരുന്ന പാലത്തിന് മുകളിൽ നിന്ന് ആ ഏരിയയിലെ ഏറ്റവും പുതിയ കേന്ദ്രത്തിന് വർക്കുള്ള പാലമായി വന്നുള്ള വർക്കുകളൊക്കെ ഒന്ന് കാണിച്ചിട്ട് വീഡിയോ അവിടെ നിർത്താം. ആദ്യം നമ്മൾ ഇവിടെ കാണിക്കാം. ഇവിടെ കാണിച്ച ശേഷം കുളപ്പുറം ഓവർപാസ് നമ്മൾ കാണിക്കട്ടോ. അപ്പോൾ ഇവിടെ അതിൻ്റെ മുഖം നോക്കിയത് കാണണ്ട. ഏതായാലും ആ ഏരിയയിലെത്തിയിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് പാടത്ത് തോടിന് കുറവ് വരുന്ന പാലത്തിൻ്റെ ആ ഏരിയയിൽ എന്തൊക്കെ പാലത്തിൻ്റെ ഏറ്റവും പുതിയ വർക്കുകളൊക്കെ ഒന്ന് കണ്ടുനോക്കാം. അവിടെ മറ്റേ ലൈനർ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, റൗണ്ട് ഷീറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഒന്ന് കണ്ടിട്ട് നമുക്ക് ഇങ്ങനെ കണ്ട് തിരിച്ച് കുളപ്പുറം ഓവർപാസിന് മുകളിലേക്ക് വരാം. വർക്കുകളൊക്കെ വളരെ വേഗതയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, പക്ഷേ ഇനിയും സമയമെടുക്കും. ഇപ്പോഴും പില്ലറിൻ്റെ ഫൗണ്ടേഷൻ വർക്കുകൾ ആയിട്ടില്ല. ഒരു 4 ഒരു പറഞ്ഞതുപോലെ 10-12 ചെറിയ പില്ലർ ഉണ്ടാക്കി കൂട്ടി സ്ക്വയറിൽ വാർത്ത് പിന്നെ അത് ഫൗണ്ടേഷൻ കോൺക്രീറ്റ് പിന്നെ സെൻട്രലുള്ള വർക്കുകളൊക്കെയാണ് ചെയ്യാറുള്ളത്. സെൻട്രൽ ഭാഗത്തുള്ള പില്ലറിൻ്റെ വർക്ക്, അതായത് പിയർ ക്യാപ്പിൻ്റെ വർക്കൊക്കെയാണ് ചെയ്യാറുള്ളത്. അവിടെ കമ്പി കെട്ടുന്ന തകൃതിയായ വർക്കാണ്. ഒന്ന് കണ്ടുനോക്കുക. ലൈനറിൻ്റെ അകത്ത് വെക്കുന്ന ആ കമ്പിയുടെ വെൽഡിങ് വർക്കുകളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ. കണ്ടോ കുറേ KNRC പൊരി വെയിലത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ലൈനർ ഉണ്ടാക്കുന്ന വർക്ക് ഈ ഏരിയയിലാട്ടോ. ലൈനർ ഉണ്ടാക്കണ ഷീറ്റൊക്കെ വളച്ച് ലൈനർ ഉണ്ടാക്കണ വർക്ക് അവിടെ റൗണ്ടിൽ നമുക്ക് കാണാം അല്ലേ. ഭയങ്കര ടഫാട്ടോ ഇതിൻ്റെ വർക്ക്. ഈ ഷീറ്റ് ആദ്യം പ്ലെയിൻ ഷീറ്റിനെ ഇങ്ങനെ ബെൻഡാക്കി കൊണ്ടുവരാണ്, കണ്ടില്ലേ. ഇതൊക്കെയാണ് ഇതിൻ്റെ വർക്ക്. ഇതിങ്ങനെ ഈ മെഷീൻ ഉപയോഗിച്ച് അവർ ഈ ഷീറ്റ് റൗണ്ടാക്കി എടുക്കുകയാണ്. ഇതിൻ്റെ വർക്കൊന്ന് കണ്ടു, മെഷീൻ വർക്ക് ചെയ്യണം നമുക്ക് ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ഒന്ന് പൂർത്തീകരിച്ചതാണ്, ഒന്ന് കംപ്ലീറ്റ് ചെയ്താണ് ഇപ്പോൾ കാണുന്നത്. അതിനെടുത്ത് മാറ്റിയതിൻ്റെ ശേഷം ഈ പുതിയ ഷീറ്റ് വെച്ച് ചെയ്യണതൊന്ന് നമുക്ക് കണ്ടോക്കാം. വടക്കേ അതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് അത് വെൽഡിങ് വർക്ക് കിടക്കണം. വെൽഡിങ് വർക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്തത് ഈ ഒരു ഷീറ്റ് ഇങ്ങനെ ഒരു 10-12 ഷീറ്റ് റൗണ്ട് ചെയ്തതിന് ശേഷം ഇത് മൊത്തം ഓരോന്ന് വെൽഡ് ചെയ്ത് കൂട്ടുക കേട്ടോ. അതിനെ യോജിപ്പിക്കുകയാണ്, കണ്ടില്ലേ. അതിൻ്റെ വർക്കാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്.
വീശി. നമ്മുടെ കൂരിയാട് റോഡ് പൊളിഞ്ഞ ആദ്യത്തെ ഈ സൈഡാണ്. ഈ സൈഡിൽ എന്താ ഇപ്പോൾ സർവീസ് റോഡ് ഉണ്ടോ? വാഹനങ്ങളൊക്കെ ഈ ഭാഗത്ത് പോകുന്നുണ്ട്. ആ ഏരിയ നമ്മൾ കൂരിയാട് അണ്ടർപാസിന് മുകളിൽ കണ്ടില്ലേ? സർവീസ് റോഡിൻ്റെ മണ്ണ് വേറെ ആ ഭാഗം നോക്കി ഇവിടുന്ന് കറക്റ്റ് കാണിക്കാൻ പറ്റും. അതൊരു സൂം ചെയ്ത് നിങ്ങളെ കാണിക്കാം. അത് റൗണ്ടായി പോയി. ഒന്നവിടെ എത്തി. ഇനി അടുത്തപ്പോൾ സെറ്റ് ചെയ്യും. നോക്കാം നമ്മൾ എങ്ങനെയാണ് ഇവർ ഈ ലൈനർ റൗണ്ട് ചെയ്യണത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് അടുത്ത ലൈനർ സെറ്റ് ചെയ്യുന്ന ആ ഒരു വീഡിയോ ഒന്ന് കാണാം. നല്ല തിക്കനെസ്സുള്ള ഷീറ്റാട്ടോ. നോക്കിയാൽ നല്ല വെയിറ്റ് ഉണ്ടാവും. അത് നല്ല വെയിറ്റാണ്. 4 ആൾ കേട്ടോ. അടിഭാഗത്ത് അയൺ വെച്ച് പൊന്തിച്ച് ആ ഷീറ്റ് ആ മെഷീനറീസിൻ്റെ കരിമ്പ് ജ്യൂസ് അടിക്കണ മെഷീനെ കണ്ടില്ലേ? അതേമാതിരിയുള്ള തട്ടായിട്ടുള്ള റൗണ്ട് റാഡാട്ടോ. ഇനി അത് നീക്കിയാണ്ടാ അതിൽ കമ്പി വെച്ച് നീക്കി ഇനി ആ ഇതിൻ്റെ ഇടയിലേക്ക് വെച്ച് ഇങ്ങനെ മെഷീൻ വർക്ക് ചെയ്ത് റൗണ്ട് ചെയ്ത് അങ്ങനെ ലൈനറിൻ്റെ വർക്കുകൾ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ വർക്ക് ഇവിടെ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് തട്ടി അവിടെ വെൽഡിങ് വർക്ക് ഇത് കൂട്ടി യോജിപ്പിക്കുന്ന വർക്ക് ഏകദേശം ഒരു 10-12ഓളം ഇതുപോലെ ലൈനറുകൾ ചെറിയ ലൈനർ കൂട്ടി യോജിപ്പിച്ച് വലിയ ലൈനറാക്കി അത് പൈലിംഗ് വർക്ക് കഴിഞ്ഞാൽ അതിലേക്ക് ആമറിങ് ഉപയോഗിച്ച് ഇറക്കി വെക്കുന്ന വർക്കുകളൊക്കെയാണ് നടക്കാനുള്ളത്. അതിൻ്റെ വീഡിയോകൾ നമ്മൾ തുടക്കത്തിൽ അവിടെ നിന്ന് കാണിച്ചിട്ടോ. ഒരു പീസ് കൊണ്ടുവന്നതിനെ സെറ്റാക്കി വെക്കുന്നത് വെൽഡിങ് ഇല്ല, അത് വെൽഡിങ് ചെയ്യും. ഷീറ്റ് യോജിപ്പിച്ചു, വെൽഡ് ചെയ്ത് യോജിപ്പിച്ചു. ഇനി അതിൻ്റെ മെഷീനിലേക്ക് ഇതിപ്പോൾ കണ്ണ് അപ്പോൾ ഇതിൻ്റെ വർക്കുകൾ ഓരോ ഭാഗത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്ത് യോജിപ്പിക്കുന്നത് യോജിപ്പിക്കുന്ന വർക്കാണ് അവിടെ നടക്കുന്നത്. അതുപോലെ ഈ ലൈനിൻ്റെ അകത്ത് വെക്കാനുള്ള കമ്പിയൊക്കെ റൗണ്ട് ചെയ്ത് അവിടെ അതിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. കമ്പി റൗണ്ട് ചെയ്തിട്ടുള്ള ആളുകൾ വെൽഡിങ് വർക്കുകളും അതുപോലെ റൗണ്ട് ചെയ്ത് ഓരോ കമ്പികൾ നീളത്തിൽ വെച്ചതിന് ശേഷം ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു വീഡിയോ ഒക്കെയാണ് ആ ഏരിയയിൽ. ഇത് 1 2 3 4 5 6ഓളം ചെറിയ ലേയറുകളെ യോജിപ്പിച്ച് സെറ്റ് ചെയ്ത് ഈ ഭാഗത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ വീണ്ടും കമ്പിൻ്റെ വർക്ക്, കമ്പിൻ്റെ വെൽഡിങ് വർക്കുകളൊക്കെ നടക്കുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് ഇവിടെ എത്തിയല്ലോ, പാലത്തിൻ്റെ വർക്ക് നടക്കുന്ന ഏരിയയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. തുടക്കത്തിൻ്റെ ഈ കമ്പി സെറ്റിൻ്റെ സ്റ്റാർട്ടിങ് ഏരി തുടങ്ങിയിട്ടുണ്ട്. കാണാം. പെട്ടെന്ന് ഇവിടം വരെ ഒരു 10-30ഓളം പണിക്കാർ ഇപ്പോൾ പാലത്തിൻ്റെ വർക്കുമായി വന്നിട്ട് വളരെ വേഗതയിൽ തന്നെ പില്ലർ, അതായത് പിയർ ക്യാപ്പിൻ്റെ പണികൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ആളുകൾ തകൃതിയായി വർക്ക് നടക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ ഈ ഏരിയയിലെത്തിയപ്പോൾ കാണാൻ പറ്റി. ഇനി നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ അതിൻ്റെ താഴ് ഭാഗത്ത് കണ്ടല്ലോ തോടിന് കുറെ വരുന്ന പാലം, അതിൻ്റെ മുകളിലേക്ക് ഇതിൽ കൂടെ ഇങ്ങനെ കയറി പോകാൻ പറ്റുമോ നോക്കുക. കയറി പോകാൻ പറ്റുമെങ്കിൽ നമുക്ക് അവിടെ സുഖമായിട്ട് പൈലിംഗ് വർക്കുകളൊക്കെ ഒന്ന് കാണിക്കാൻ പറ്റും. അവിടെ ഇങ്ങനെ ഒരു റോഡ് ഇട്ടിട്ടുണ്ട്. ഓക്കെ അതിലെങ്ങനെ പോവാം.
ഇവിടെ പൂളൂലിയായിക്കോ. കഴിഞ്ഞതിൽ തന്നെ മഴ ചെയ്ത സമയത്ത് ചെരുപ്പ് കൊണ്ട് ആകെ പണി കിട്ടി. നോക്കി, ഈ ഭാഗത്ത് നിന്നും ഇത് തോടിൻ്റെ പാലം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ഏരിയ വരെ മണ്ണെടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പം ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് പാലത്തിൻ്റെ പണിയായിരിക്കുമോ അതോ രണ്ട് ഭാഗത്തും ബ്ലോക്ക് കെട്ടിക്കാണ്ട് മണ്ണ് കമ്പാക്റ്റിങ്, മെറ്റലിടുക, ടാറിങ് വർക്കുകളൊക്കെ ആയിരിക്കുമോ എന്നുള്ളത് പറയാൻ പറ്റില്ല. നോക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ എത്തി, തോടിൻ്റെ ഇവിടെ എത്തി. അവിടെ വർക്ക് കുഴപ്പമില്ല കണ്ട്. അവിടെ ഇങ്ങനെ നടന്ന് നമ്മൾ ഈ പാലത്തിൻ്റെ തോടിന് കുറേ വരുന്ന പാലത്തിൻ്റെ മുകളിലെത്തി. വെയിലാ ഇന്ന്, കാലാവസ്ഥ നല്ല വെയിലാണ്. അപ്പോൾ ഇവിടുന്ന് കറക്റ്റ് നമുക്ക് വീടെടുക്കാൻ പറ്റും. ഓക്കെ, ഫൈലിംഗ് വർക്കുകൾ, എക്സ്കവേറ്ററിൻ്റെ വർക്ക്, അവിടെ ക്രെയിൻ്റെ വർക്ക്, അവിടെ പൈലിംഗ്, വീട്ടിലും എക്സ്കവേറ്റർ, ആ ഏരിയയിൽ എക്സ്കവേറ്റർ, കണ്ടെയ്നർ ലോലിയതാ നമ്മളിവിടുന്ന് ഇതിൻ്റെ മുകളിൽ നിന്ന് കണ്ട കമ്പിയൊക്കെ കെട്ടിയൊക്കെ കൊണ്ട് നടക്കുക. ലൈനർ, കമ്പി കാര്യങ്ങളൊക്കെ കണ്ടെയ്നർ ലോറി ഭാഗത്തേക്ക് കൊണ്ടുവരിക കേട്ടോ. അപ്പോൾ ആ ഏരിയയിൽ നിന്ന് ഇറക്കി വെച്ചത് കാണാം. അതുപോലെ ഇതിൻ്റെ സെൻട്രൽ ഭാഗത്ത് ഇറക്കി വെച്ച് കാണാം. അവിടെ വളരെ വേഗതയുള്ളൊരു വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. യുദ്ധക്കളം തീർത്ത് KNRCL വളരെ വേഗതയുള്ള വർക്കാണ്. 2-3 ദിവസം തുടർച്ചയുള്ള മഴ കൊണ്ട് തന്നെ പണികളൊന്നും കാര്യമായിട്ട് നടന്നിട്ടില്ലായിരുന്നു. ഇന്നിപ്പോൾ നല്ലൊരു അന്തരീക്ഷം, നല്ലൊരു കാലാവസ്ഥ അതുകൊണ്ട് തന്നെ വേഗം അതായത് എല്ലാ മെഷീനറീസും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തുടക്കത്തിൽ ഇതിൻ്റെ മുകളിൽ നിന്ന് കണ്ടു ഒരു 10-35ഓളം പണിക്കാരാണ് അവിടെ ഈ ലൈനറിൻ്റെയും അതുപോലെ കമ്പി കെട്ടുന്നതിൻ്റെയും വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടത്. അപ്പോൾ ഈ ഒരു ഏരിയയിലെത്തിയപ്പോൾ ഇവിടെ പൈലിംഗ് വർക്ക് കഴിഞ്ഞതാ. പില്ലറിൻ്റെ ചെറിയ കുറ്റി കാണാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ നിന്നാണ് നിങ്ങളെ വീഡിയോ കാണിച്ചു. നിങ്ങളെ കാണിക്കാം. അണ്ടർപാസ് ഇതിൻ്റെ മുകളിൽ നിന്ന് തുടക്കത്തിൽ നമ്മൾ കാണിച്ചു. പിന്നെ അണ്ടർപാസിൻ്റെ താഴെ കാണിച്ചു. അവിടെ നിന്ന് വന്നു. ഇതിൻ്റെ താഴെ ഭാഗത്ത് വീഡിയോ കാണിച്ചു. വീണ്ടും നമ്മൾ കുളപ്പുറം അങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് ഈ റോഡിന് അവിടെ നിന്ന് ഇങ്ങോട്ട് ആ കാണുന്ന റോഡ് ഇങ്ങനെ വന്നു. ഇവിടെ ആയിരുന്നു KNRCയിലെ വർക്ക് നടക്കുന്ന ഏരിയ. ഈ പാലത്തിൻ്റെ പില്ലറുമായി ബന്ധപ്പെട്ട ലൈനർ, കമ്പിയൊക്കെ കെട്ടി സെറ്റ് ചെയ്യണേ അതും കാണിച്ച് ഇങ്ങനെ ഈ ഒരു ഏരിയയിലെത്തി. ഇവിടെ നിന്നാകുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് എത്രത്തോളമാണ് ഇവിടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളത് എല്ലാം നമുക്ക് കാണാം. അങ്ങോട്ടേക്ക് അപ്പോൾ സുഹൃത്തുക്കൾ, ഞാൻ കുളപ്പുറം ഓവർപാസിൻ്റെ മുകളിൽ നിന്നുള്ള വീഡിയോ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ ഇവിടെ നിന്ന് നിർത്തുന്നില്ല. ഇവിടെ നേരെ നമ്മൾ എത്താൻ പോകുന്നത് കുളപ്പുറം ഓവർപാസിൻ്റെ മുകളിൽ നിന്നും ഈ പാലത്തിനുള്ള പീർ ക്യാപ്പിൻ്റെ മുകളിൽ വെക്കുന്ന ഗർഡർ, പില്ലറിൻ്റെ തൂണിൻ്റെ മുകളിലൊക്കെയുള്ള ഗർഡറിൻ്റെ വർക്കുകൾ അവിടെ കോൺക്രീറ്റ് വർക്ക് ആയിട്ടുണ്ടോ അല്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാണിച്ച പോലെ ആ കമ്പി ഇങ്ങനെ സെറ്റ് ചെയ്ത് കമ്പി കെട്ടിക്കൊണ്ടിരിക്കുന്ന വർക്കാണോ കോൺക്രീറ്റ് ഇട്ടിക്കണോ എല്ലാം ഞാൻ നിങ്ങളെ കാണിക്കാം. അങ്ങനെ കുളപ്പുറം ഓവർപാസിൻ്റെ മുകളിലേക്ക് നേരെ എത്താം. ഇവിടെയാണ് സൂം ചെയ്ത് ഞാൻ കുളപ്പുറം ഓവർപാസിൽ ജസ്റ്റ് കാണിക്കാം. അപ്പോൾ അതിൻ്റെ നേരെ മുകളിൽ നിന്നുള്ള ആ വർക്കും കാണിച്ച് വീഡിയോ അവിടെ നിർത്തും. അപ്പോൾ കുളപ്പുറത്തു നിന്നുള്ളൊരു കാര്യം നമ്മൾ നേരെ കുളപ്പുറം ഓവർപാസിൻ്റെ ആ ഏരിയയാണ് കാണുന്നത് അല്ലേ, അതിൻ്റെ മുകളിലെത്തും. ഓക്കെ, എന്നാലും നമ്മളതിൻ്റെ മുകളിൽ നിന്ന് കാണാം. കുളപ്പുറം ഓവർപാസിൻ്റെ മുകളിലെത്തിട്ടോ. നമ്മൾ പാടത്ത് പൈലിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് പിടിച്ചതാണ്. കുളപ്പുറം ഓവർപാസിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. 2 ദിവസം മുമ്പാണ് നമ്മളിവിടുത്തെ വീഡിയോ ഞങ്ങളെ കാണിച്ചത്. അപ്പോൾ ഓവർപാസിൻ്റെ മുകളിൽ നിന്ന് താഴേക്കുള്ളൊരു വ്യൂ നോക്കി. ഇവിടെ ഗർഡറിൻ്റെ വർക്കുകൾ ഇപ്പോൾ ഒരു 1, 2, 3, 4, 5, 6, 7, 8 ഇടങ്ങളിലായിട്ട് 2 ഭാഗമായിട്ട്. അപ്പോൾ 8 തൊട്ട് 16 എടുത്തപ്പോൾ ഗർഡറിൻ്റെ പണി നടക്കുകയാണ്. അപ്പോൾ അടിഭാഗത്ത് മെറ്റലൊക്കെ ഇട്ടതിന് ശേഷം ഈ ഗർഡറിന് കോൺക്രീറ്റ് ആകാൻ വേണ്ടി അടിഭാഗത്ത് ഫൗണ്ടേഷൻ്റെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞ ഏരിയ ഒക്കെ അങ്ങ് കാണാം. ഞാൻ ഒന്ന് സൂമിങ്ങിലൂടെ അങ്ങനെ കാണിക്കാം. അപ്പോൾ ആ ഏരിയയിൽ നിന്ന് ഇങ്ങോട്ട് ഇവിടെ വരെ
അതിൻ്റെ വർക്കാണ്. 2 ദിവസം മുമ്പ് ഇവിടെ അടുത്ത് നിങ്ങളെ കാണിച്ച സമയത്ത് ഇവിടെ ഈ ഗർഡറിൻ്റെ കമ്പി സെറ്റ് ചെയ്യുന്ന 2 ആയിട്ടുള്ളായിരുന്നു. ഇന്നിപ്പോൾ 3 ഭാഗത്തായിട്ട് അതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് കാണുന്നത്. അതുപോലെ ഈ സെറ്റർ പ്ലേറ്റ് ഇത് വെച്ച് സൈഡ് ഷീറ്റൊക്കെ വെച്ചിട്ട് കോൺക്രീറ്റ് വർക്കാണ് നടക്കാറുള്ളത്. അപ്പോൾ കോൺക്രീറ്റ് വർക്ക് ആയിട്ടില്ല. 3 ഗർഡറുള്ള കമ്പികളൊക്കെ സെറ്റ് ചെയ്ത് വന്നത് കാണുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ പണികൾ ഇവിടെ ഇങ്ങനെ ഒരു അടുത്ത ഘട്ടം വരുമ്പോൾ ഈ കാണുന്ന കോൺക്രീറ്റ് ഉള്ള ഭാഗത്ത് അടിഭാഗണ്ടില്ലേ, ആ ഏരിയയിലൊക്കെ ഇനി ഗർഡർ കോൺക്രീറ്റ് വെച്ച ഒരു വ്യൂ ഒക്കെ ആയിരിക്കും നമ്മളെ കുളപ്പുറം ഓവർപാസ് നമ്മൾ നിങ്ങളെ കാണിക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ തുടക്കത്തിൽ കൂരിയാട് അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നും അതിൻ്റെ താഴെ ഭാഗം അതുപോലെ കടലുണ്ടിപ്പുഴ, കൂരിയാട് പാടത്ത് പൈലിംഗ് വർക്കുകൾ, അണ്ടർപാസിൻ്റെ കൂരിയാട് തോടിന് കുറയുന്ന പാലത്തെ മുകളിൽ നിന്നും കുളപ്പുറം ഇവിടെ നിന്നും അതുപോലെ റോഡിന് 6 വരിപ്പാതയിൽ പാലത്തിലുള്ള വർക്ക് നടക്കുന്ന ഏരിയ എല്ലാ വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അതുപോലെ തൊട്ടടുത്ത ബെല്ലൈക്കൺ തന്നെ ഇവിടെ കമൻറ്റ് ബോക്സിലുണ്ട് ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.